യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയതാണ്. അവരെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ പിന്മാറില്ല എന്ന് കണ്ടപ്പോൾ അവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക്. പ്രശാന്ത്, അവിടെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? അവർ ഇങ്ങനെ ഒരു കാരണവശാലും പിന്മാറില്ല എന്ന് ഉറപ്പിച്ച് യുവമോർച്ച പ്രവർത്തകർ മുന്നോട്ട് തന്നെ എന്ന് ഉറക്കി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളായിരുന്നു. ഇതിനിടയിൽ ജലപീരങ്കി പ്രയോഗം അടക്കം ഉണ്ടായി. എന്താണ്, യുവമോർച്ച പ്രവർത്തകർ പിന്മാറാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണല്ലേ? LPST റാങ്ക് ഹോൾഡേഴ്സിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള യുവമോർച്ചയുടെ പ്രതിഷേധ പരിപാടിയാണ് നടക്കുന്നത്. തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ GPO ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ എത്തി നിൽക്കുന്നു. അവിടെ ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ തടഞ്ഞിരിക്കുകയാണ് പോലീസ്. പിന്മാറില്ല എന്ന് കണ്ടപ്പോൾ ജലപീരങ്കി അടക്കം പ്രയോഗിച്ചു. അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് തലസ്ഥാനത്ത് അലയടിക്കുന്നത്. ഒപ്പം തന്നെ PSC പരീക്ഷാ ക്രമക്കേടിൽ കോഴിക്കോടും കൊച്ചിയിലും സമാനമായ രീതിയിൽ പ്രതിഷേധം അലയടിച്ചു. കൊച്ചിയിൽ യുവമോർച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇപ്പോൾ കോഴിക്കോടും സമാനമായ രീതിയിൽ പ്രതിഷേധം അലയടിക്കുന്നു. അവരെയും അവിടെ നിന്ന് യുവമോർച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമാണ്. പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക് ഒരിക്കൽ കൂടി. പ്രശാന്ത്, അവിടെ ഇപ്പോൾ എന്താണ് സാഹചര്യം? എന്തായാലും യുവമോർച്ച പ്രവർത്തകർ പിന്മാറാൻ തയ്യാറല്ല. ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പ്രശാന്ത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രശാന്ത്, അവിടെ ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യം എന്താണ് ഇപ്പോൾ നിലവിൽ സംഭവിക്കുന്നത്? യുവമോർച്ച പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. അല്പസമയം മുമ്പ് പ്രതിഷേധം ശക്തമാക്കിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധിക്കാനുള്ള ഒരു ശ്രമമാണ്, ഒരു നീക്കമാണ് ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ്. നേരത്തെ പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി കൊണ്ട് കുത്തിയെന്നടക്കമുള്ള കാര്യങ്ങൾ യുവമോർച്ച പ്രവർത്തകർ പറഞ്ഞിരുന്നു. ഇതേ തുടർന്നൊരു പ്രതിഷേധവും ഉണ്ടായിരുന്നു. എന്തായാലും പ്രതിഷേധം ശക്തമാക്കുക തന്നെയാണ് യുവമോർച്ച പ്രവർത്തകർ. LPST റാങ്ക് ഹോൾഡേഴ്സ്, ഉദ്യോഗാർത്ഥികൾ, അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സമരവുമായി എത്തിയിരിക്കുന്നത്. വനിതാ പ്രവർത്തകർ അടക്കമുള്ള പ്രവർത്തകർ ശക്തമായ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടി നിൽക്കുന്നു. വനിതാ പ്രവർത്തകർ അടക്കമുള്ള പ്രവർത്തകർ ആണ് പ്രതിഷേധിക്കുന്നത്. യുവമോർച്ചയുടെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുവമോർച്ച സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് അവർ മറ്റൊരു ഭാഗത്തുകൂടി സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിക്കാനാണ് ഒരുങ്ങിയത്. എന്തായാലും ഇപ്പോൾ പ്രവർത്തകരെ അനുനയിപ്പിക്കുകയാണ് മറ്റ് നേതാക്കൾ. എന്തായാലും അതിശക്തമായ പ്രതിഷേധം തന്നെയാണ്. LPST റാങ്ക് ഹോൾഡേഴ്സ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് യുവമോർച്ച നടത്തുന്നത്. സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിയതാണ് യുവമോർച്ച പ്രവർത്തകർ. അവരെ ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയായിരുന്നു പോലീസ്. പക്ഷേ യാതൊരു പ്രകോപനവും കൂടാതെ പിന്നീട് അവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. എത്രത്തോളം പ്രവർത്തകരാണ്, ഒപ്പം തന്നെ ചാനൽ ക്യാമറകൾ. അങ്ങനെ ഒരു സംഘർഷ സാഹചര്യമാണ് സെക്രട്ടേറിയറ്റ് പടിക്കലിൽ. നിലവിൽ വലിയൊരു പോലീസ് സന്നാഹമുണ്ട് യുവമോർച്ച പ്രവർത്തകരെ നേരിടാൻ. ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ, സ്ത്രീകളടക്കമുള്ള പ്രവർത്തകരുണ്ട്. അവർ അവിടെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. പിന്മാറാൻ തയ്യാറല്ല. LPST റാങ്ക് ഹോൾഡേഴ്സിന് നീതി ലഭിക്കണം. അവർ 33 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കലിൽ സമരം തുടങ്ങിയിട്ട് 9ാമത്തെ ദിവസമാണ് ഇപ്പോൾ അവർ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. എന്നിട്ടും VD സതീശൻ അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് മൂക്കിൻ തുമ്പത്ത് നടക്കുന്ന സമരത്തെ അദ്ദേഹം കാണുന്നില്ല, കാണാനുള്ള മനസ്സില്ല. ഇത് തന്നെയാണ് പ്രതിഷേധത്തിന് കാരണം. യുവമോർച്ച പ്രവർത്തകരുടെ അതിശക്തമായ പ്രതിഷേധം സെക്രട്ടേറിയറ്റ് പടിക്കലിൽ. പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക് ഒരിക്കൽ കൂടി. പ്രശാന്ത്, ഒരു കാരണവശാലും പിന്മാറില്ല എന്ന ഒരു ഉറച്ച തീരുമാനത്തിലാണ് യുവമോർച്ച പ്രവർത്തകർ എന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ അവർ അവിടെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്.
രാഖി, ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഈ സമരസ്ഥലത്തേക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരഗേറ്റിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ മാർച്ചാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. LPST റാങ്ക് ഹോൾഡേഴ്സിന് അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടെത്തിയ ഈ മാർച്ചിനെ പോലീസ് കായികമായി നേരിടാൻ ഒരു ശ്രമം നടത്തി. സമരം ചെയ്യുന്ന ഈ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി കൊണ്ട് കുത്തിയും അതോടൊപ്പം തന്നെ പിടിച്ചു തള്ളിയും അവരെ കായികമായി നേരിടാൻ ശ്രമം നടത്തിയിരുന്നു. അതിനെതിരെ യുവമോർച്ച പ്രവർത്തകർ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ ഈ സമരഗേറ്റിന് മുൻവശത്തെ ആ സമര കവാടത്തിന് മുൻവശത്ത് ബാരിക്കേഡ് വെച്ചിരിക്കുന്ന അവിടെ കുത്തിയിരുന്നു കൊണ്ട് യുവമോർച്ച പ്രവർത്തകർ ശക്തമായി പ്രതിഷേധിക്കുന്നത്. ഈ സമരം ഒരു സൂചന മാത്രമാണെന്നും തുടർന്നും ഇത്തരത്തിൽ LPST റാങ്ക് ഹോൾഡേഴ്സിന് നീതി ഉറപ്പാക്കിയില്ലെങ്കിൽ ശക്തമായി ഇനിയും സമരമുഖത്ത് യുവമോർച്ച ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിക്കൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നത് ഈ സെക്രട്ടറിയേറ്റിന് മുന്നിൽ കൊത്തിയിരുന്നു കൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ അതോടൊപ്പം തന്നെ മറ്റ് BJP ജില്ലാ കമ്മിറ്റി BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയനടക്കമുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. പ്രതിഷേധം ശക്തമാണ്. കെ സുരേന്ദ്രൻ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ പ്രതിഷേധം ശക്തമായി തന്നെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അല്പസമയത്തിനുള്ളിൽ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ സംസാരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിലൊരു മുന്നറിയിപ്പ് സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടാണ് ഈ പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ PSCയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നിരവധി ക്രമക്കേടുകളാണ് PSCയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്തെല്ലാം ഉണ്ടായിട്ടിരിക്കുന്നത്. ആ ക്രമക്കേടുകൾക്ക് പുറമെയാണ് ഇത്തരത്തിൽ റാങ്ക് ഹോൾഡേഴ്സ് ഇവിടെ 1ഉം 2ഉം റാങ്കുകൾ നേടിയ ഉദ്യോഗാർത്ഥികൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 30ഉം 32ഉം ദിവസം സമരമിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്.